ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബധിരരുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ആംഗ്യ ഭാഷാ ദിനം സർക്കാർ തലത്തിൽ ആചരിക്കണമെന്ന് മലബാർ ബധിര അസോസിയേഷൻ. ഇത്തവണത്തെ ആംഗ്യ ഭാഷാ ദിനാചരണം സെപ്റ്റംബർ 23-ന് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആക്ച്വലി യുനെസ്കോ ആണ് പ്രഖ്യാപിച്ച ഒരു ദിനമാണ്, എന്നാൽ വേൾഡ് ഇന്റർനാഷണൽ ആണ്. പക്ഷേ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് എവിടെയും ആചരിക്കുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് ലെവലിലോ എൻ്റെ അഭിപ്രായം ഇല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മളുടെ ഒരു ആവശ്യം ആംഗ്യഭാഷാ ദിനം സർക്കാർ തലത്തിൽ ആചരിക്കണം. മലബാർ ബധിര അസോസിയേഷന്റെയും ഡ്രീം ഓഫ് അസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 23-ന് ആംഗ്യഭാഷാ ദിനം ആചരിക്കും. കോഴിക്കോട് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആംഗ്യഭാഷാ പ്രസക്തിയും ആവശ്യകതയും എന്ന സെമിനാർ കോഴിക്കോട് DDE ശ്രീ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ വയനാട് ദുരന്തമുഖത്ത് സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയ അസോസിയേഷൻ എക്സ് മെമ്പറായ വിനോദ് ജോസഫിനെ ആദരിക്കും. തുടർന്ന് ആംഗ്യഭാഷയിൽ പരിശീലന ക്ലാസ് നടത്തും. ബധിരരുടെ കലാപ്രകടനങ്ങളും അവതരിപ്പിക്കും. വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയർ പരിസരത്ത് നടക്കുന്ന ആംഗ്യഭാഷാ പ്രചരണം ഡോക്ടർ റോഷൻ ബിജ്ലി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മലബാർ ബധിര അസോസിയേഷൻ ചെയർമാൻ R ജയന്ത്കുമാർ, കോഴിക്കോട് ഡ്രീം ഓഫ് അസ് പ്രതിനിധി KM സന്ദീപ്, CK ബാലകൃഷ്ണൻ, K അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഡെഫ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒരേ ഒരു ബാരിയർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബാരിയറാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയർ മാറ്റാൻ വേണ്ടി അവർക്ക് സ്വന്തമായിട്ട് ലാംഗ്വേജ് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജ് അതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ബാരിയറിനെ മറികടക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്യാൻസർ രോഗത്തിന്റെ പിടിയിൽ അകാലത്തിൽ അന്തരിച്ച ചെറുവണ്ണൂരിലെ ചപ്പങ്ങൽ ഗിരീഷിന്റെ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു.